Hello friends, welcome to my channel. It's me Shibul. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബ് പോളിസി, അതായത് യൂട്യൂബിന്റെ രണ്ട് മൂന്ന് പുതിയ നിയമങ്ങൾ പറയാൻ വേണ്ടി വന്നിരിക്കുന്നു ഞാൻ. അതായത് ഫെബ്രുവരി ഈ മാസമല്ല കഴിഞ്ഞ മാസം ഇറങ്ങിയ പുതിയ രണ്ട് മൂന്ന് നിയമങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അതിനു മുമ്പായിട്ട് 2019 ജാനുവരിയിൽ ഇറങ്ങിയ ഒരു രണ്ട് മൂന്ന് നിയമത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ഗൈഡൻസ് സ്ട്രൈക്ക്. ആ സ്ട്രൈക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, എന്തുകൊണ്ടാണ് കിട്ടുന്നത്, എന്തെല്ലാം ചെയ്താലും കിട്ടുന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് 2019 ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, ഒരുപാട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചാനൽ സസ്പെൻഡ് ചെയ്തു, ഒരുപാട് ചാനൽ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓൺ ദ സ്പോട്ടിലാണ് സ്ട്രൈക്ക് വരെ കൊടുക്കാണ്ട് വരെ നമ്മൾ ചാനൽ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. 1.2 ലക്ഷത്തോളം ചാനൽ സസ്പെൻഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഈ പറയുന്ന നിയമങ്ങളും അതേപോലെ ജാനുവരിയിൽ വന്ന നിയമങ്ങളും നമുക്ക് വളരെ നിസ്സാരമായ ചെറിയ ചെറിയ തെറ്റുകളാണ്. ഈ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തുകൊണ്ട് നമുക്ക് വരാൻ പോകുന്നത് ടെർമിനേഷനും സസ്പെൻഷനും സ്ട്രൈക്കും എല്ലാമാണ്. അപ്പോൾ നമുക്ക് ജാനുവരിയിൽ അവർ പറഞ്ഞ താക്കീത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്ട്രൈക്കിൽ വരുന്നത്. ഒന്ന്, തമ്പനിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതേപോലെ നമ്മൾ താഴെ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വെബ്സൈറ്റ്സ്, തേർഡ് പാർട്ടി വെബ്സൈറ്റ്സ്, അതേപോലെ നമ്മൾ കമന്റ്സിൽ ചെയ്യുന്ന സ്പാം കമന്റ്സ്. ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ നല്ല ഡീറ്റെയിൽഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സ്ട്രൈക്ക് കിട്ടുക, എന്തായാലും ചെയ്താലാണ് ഈ 3 കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമ്പോഴാണ് സ്ട്രൈക്ക് കിട്ടുക എന്ന് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ്, എത്ര ദിവസമാണ്, എത്ര ഈ സ്ട്രൈക്കിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോസിൽ. എല്ലാവരും പോയി വാച്ച് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഒരു 3-4 കാര്യങ്ങളാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് പുതിയ യൂട്യൂബേഴ്സിന് മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സിനും ബാധകമായ കുറച്ച് കാര്യങ്ങളാണത്. അത് പറയുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അതുപോലെ സംശയങ്ങൾ കാര്യങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ യൂട്യൂബ് ടിപ്സും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. പുതിയ നിയമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാല് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണിക്കുന്ന സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ യൂട്യൂബ് അനലിറ്റിക്സിൽ കാണിക്കുന്ന സബ്സ്ക്രൈബേഴ്സും എപ്പോഴും ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും ഒരു സംശയമാണ്, ഇതിൽ ഏതാണ് എന്റെ കറക്റ്റ് സബ്സ്ക്രൈബർ എന്ന് ഒരുപാട് സംശയമുണ്ട്. ഒരുപാട് പേര് എന്നോടും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ സംശയങ്ങൾ തീർത്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ വീണ്ടും എന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി വീണ്ടും പറയുന്നു, നമ്മൾ യൂട്യൂബ് ചാനൽ കാണിക്കുന്നതാണ് എക്സാക്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്. ആ സബ്സ്ക്രൈബ് കൗണ്ട് അതൊരു സ്റ്റേബിൾ അല്ല, അതൊന്നും വേരിയേഷൻ വരാം. എങ്ങനെയാ വേരിയേഷൻ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡിഫറൻസ് വരാനുള്ള കാരണം യൂട്യൂബ് അനലിറ്റിക്സിൽ 48 മണിക്കൂറിന് ഡിഫറൻസ് ഉണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ. അത് വ്യൂസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ വാച്ച് ടൈം ആയിക്കോട്ടെ, അതേപോലെ സബ്സ്ക്രൈബ് കൗണ്ടും 48 മണിക്കൂർ ശേഷം മാത്രമാണ് നമുക്ക് എക്സാക്ട് കറക്റ്റ് കിട്ടുന്നത്. എന്നു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചാനലിൽ ഒരു 100 സബ്സ്ക്രൈബർ ഉണ്ട് വിചാരിക്കുക. നമ്മൾ യൂട്യൂബ് ചാനലിൽ പോയി നോക്കുന്ന സമയത്ത് യൂട്യൂബ് അനലിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 95 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. ഈ 5 സബ്സ്ക്രൈബേഴ്സ് വന്നത് 5 ഡിഫറെന്റ് ടൈമിലായിരിക്കും. അതായത് ഈ 2 ദിവസത്തിന്റെ ഉള്ളിൽ ചിലപ്പോൾ രാവിലെ ആയിരിക്കാം, ഉച്ചക്കായിരിക്കാം, വൈകുന്നേരം ആയിരിക്കാം. ആ ടൈം വെച്ചിട്ട് എപ്പോഴാണ് വന്ന ടൈം മുതൽ 48 മണിക്കൂർ അതിനുശേഷം മാത്രമാണ് എക്സാക്ട് കൗണ്ട് അവർ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറയാനുള്ള വേറെ റീസൺ ആണ്. നമുക്ക് മുമ്പ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്ത ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഉണ്ടാവും. അതിലേതെങ്കിലും ചാനൽ ടെർമിനേറ്റ് ആവേ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കൗണ്ട് യൂട്യൂബേഴ്സ് ഓട്ടോമാറ്റിക്കലി എടുത്ത് കളയുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് അത് മാത്രമല്ല, അവര് എക്സാക്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ജെനുവിൻ ആണ്. 100% സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ജെനുവിൻ ആണെങ്കിൽ മാത്രമാണ് അവർ ആ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നമുക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ അവർ ചെക്ക് ചെയ്യണത് IP അഡ്രസ് ത്രൂ ആണ്. ഏതൊക്കെ IP ത്രൂ കൂടാണോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നത് അതും ആ ചാനല് പോട്ടെ ആ ഒരു വീഡിയോ എത്ര നേരം കണ്ടു എന്നുള്ള വരെ അവർ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രം അവരോട് പറയണം. എന്തെന്ന് വെച്ചാൽ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുമ്പോൾ പ്ലേ ചെയ്ത് അപ്പത്തിന് ഒരിക്കലും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് പോകരുത്. അത് നേരെ സ്പാമിൽ കയറും ആ കമന്റ്. മാത്രമല്ല വീഡിയോ കണ്ട് മിനിമം ഒരു പകുതിന് ശേഷം മാത്രം കഴിഞ്ഞ ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. യഥാർത്ഥ ലോജിക്ക് അതാണ്. കാരണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പക്ഷെ നമ്മളെല്ലാവരും ഈ സപ്പോർട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് എല്ലാവരും ചെയ്യുക, വീഡിയോ ഓപ്പൺ ചെയ്ത് അപ്പം തന്നെ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പൊ ഇതുകൊണ്ടാണ് അവർ ഈ 2019 പുതിയൊരു വെരിഫിക്കേഷൻ റൂൾ കൊണ്ടുവന്നത്.
ആ IP അഡ്രസ് വെച്ചിട്ട് ആ ചാനലിൽ 48 മണിക്കൂറിനുള്ളിൽ അവർ സമയം ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് അവർ എക്സാക്ട് 100% ഷുവർട്ടി വന്നതിന് ശേഷം മാത്രമേ ആ സബ്സ്ക്രൈബ് അക്കൗണ്ട് അവർ ചെയ്യുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിനാവാം ആ അക്കൗണ്ടിൽ പോകുന്നത്. വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടെർമിനേഷൻ സസ്പെൻഡ് ആയ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കൂടിയാണ് നമ്മൾ സബ്സ്ക്രൈബ് കൗണ്ട് ടോട്ടൽ കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതും അവർ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് കൗണ്ട് കുറയും. വളരെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് റിപ്പീറ്റേഷൻ. അതായത് നമ്മുടെ ചാനൽ, ഇപ്പോൾ ടെക് ചാനൽ വിചാരിക്കാം, എനി വീഡിയോസ് റിലേറ്റഡ് ഏത് ചാനലാണെങ്കിലും നമ്മൾ മുമ്പ്, അതായത് 2 മാസം മുമ്പ് ചെയ്തൊരു വീഡിയോ ഈ 2 മാസം ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള കണ്ടന്റ് വല്ലതും നമ്മൾ കട്ട് ചെയ്തോ സ്പ്ലിറ്റ് ചെയ്തിട്ടോ നമ്മൾ പുതിയ കണ്ടന്റ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് യൂട്യൂബിന്റെ കണ്ണിൽ റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നുണ്ട് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത്. അതായത് അതിലുള്ള കണ്ടന്റ് ഇതിൽ ഇടുക എന്നാണെങ്കിൽ, അതായത് പഴയ വീഡിയോയിലുള്ള കണ്ടന്റ് പുതിയ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അവർ ചോദിക്കും പഴയത് വേണം പുതിയത് വേണമെന്ന്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പഴയത് വേണ്ട അല്ലെങ്കിൽ പുതിയത് വേണ്ട നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ രണ്ടും ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മോണിറ്റൈസേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, മോണിറ്റൈസേഷൻ കിട്ടിയതും അതായത് ഇൻകം വാങ്ങുന്ന ആൾക്കാരും ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റിപ്പീറ്റേഷനുള്ള ഒരു വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ കോപ്പിറൈറ്റിനെ കുറിച്ചല്ല പറഞ്ഞത്, സ്വന്തം വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. ശ്രദ്ധിക്കുക. എന്ത് സംശയിക്കാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ 2 പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ഫെബ്രുവരിയിൽ നമുക്ക് ഫേക്ക് എൻഗേജ്മെന്റ് പോളിസി എന്ന് പറയുന്ന ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ. അത് എല്ലാ ചാനലുകാർക്കും ബാധിക്കപ്പെടും. അതിൽ അവർ ആദ്യമായിട്ട് പറയുന്നത് തേർഡ് പാർട്ടി ആണ്. അവർ പറയുന്നത് തേർഡ് പാർട്ടി ത്രൂ വരുന്ന വ്യൂസ്, കമന്റ്സ്, അതേപോലെ സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ വാച്ച് ടൈം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുക അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് വേറെ തേർഡ് പാർട്ടി സൈറ്റ്സിനെ ഏൽപ്പിക്കുക, എന്തിൽ ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കമന്റ്സും കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യൂട്യൂബേഴ്സ് ട്രാക്ക് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടും. സ്ട്രൈക്ക് മാത്രമല്ല, എത്രത്തോളം അതിന്റെ ശക്തി ഉണ്ടോ, അതായത് എത്രത്തോളം അതിന്റെ ഹാംഫുൾ ആണോ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ പല വെബ്സൈറ്റ് ത്രൂ ആണ് ചെയ്യണത്. ആ വെബ്സൈറ്റ് എത്രത്തോളം നല്ല വെബ്സൈറ്റ് ആണോ, എത്രത്തോളം മാൽവേഴ്സ് ഉള്ള സബ്ജക്റ്റ് ആണോ, അതനുസരിച്ചായിരിക്കും നമുക്ക് സ്ട്രൈക്ക് കിട്ടാം. ചിലപ്പോൾ സ്ട്രൈക്ക് ആയിരിക്കില്ല, ഡയറക്റ്റ് നമ്മൾ ടെർമിനേഷനും സസ്പെൻഡ് ആയിരിക്കും. ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് നാള് കണ്ടന്റ് തപ്പി നടന്നിട്ടും ചെയ്യുന്ന ചാനൽസ് നമ്മുടേത്. നമുക്കറിയാം ഒരു മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട്. അപ്പൊ എല്ലാം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടിനെ സമീപിക്കാതിരിക്കുക, സബ്സ്ക്രൈബേഴ്സ് കൂടാനും വാച്ച് ടൈം കൂടാനും. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ലിങ്ക് കൊടുക്കുന്നതും ശ്രദ്ധിക്കുക. പല ലിങ്ക്സും നമ്മൾ കൊടുക്കാറുണ്ട് ഡിസ്ക്രിപ്ഷന് താഴെ. അതും വെബ്സൈറ്റ് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടുള്ളതും കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞു വെച്ചാൽ സബ് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ജാനുവരിയിൽ വന്ന നിയമപ്രകാരം അത്രയ്ക്കും പ്രശ്നമല്ലായിരുന്നു. ജാനുവരിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് അത് സ്പാം കമന്റ്സിലൊക്കെ ആയിരുന്നു പോകുന്നത്. സ്പാം കമന്റ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എവിടുന്നാണോ ആ സബ് വന്നത് ആ സബിനെ എടുത്ത് അവർ ഡിലീറ്റ് ചെയ്യുന്നു, വൈപ്പ് ചെയ്യുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല അവർ. പക്ഷെ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം സബ് വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ടെർമിനേഷനും ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക. ഈ സബിനെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റെന്ന് വെച്ചാൽ നമ്മൾ കമന്റ്സിന് താഴെ സബ് ഇടും, അല്ലെങ്കിൽ സപ്പോർട്ട് മീ ഐ വിൽ സബ്സ്ക്രൈബ് യു, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് മീ ഐ വിൽ സബ്സ്ക്രൈബ് യു, ഐ വിൽ സപ്പോർട്ട് യു, പ്ലീസ് സപ്പോർട്ട് മീ എന്ന് പറയുന്ന എല്ലാ ഡയലോഗ്സും അവർ ഫിൽട്ടർ ചെയ്തിട്ട് അവർ സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്, സസ്പെൻഡ്, ടെർമിനേഷൻ എല്ലാം ഉണ്ട്. നമുക്ക് ഇതാ കിട്ടാൻ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത്രക്കും ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, അത്രക്കും വെരിഫൈ ചെയ്യുന്നുണ്ട് എല്ലാ യൂട്യൂബ് ചാനൽസും, എല്ലാ കമന്റ്സും. അവർ ഒരു സിംഗിൾ പോയിന്റ് അവർ ഒന്നും വിടുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമുക്കുള്ളത്, ആക്ച്വലി നമുക്ക് ഈ സബിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. എന്തെന്ന് വെച്ചാല്, നമ്മളിന്ന് നടത്തുന്ന ഒരു ടെക് ചാനൽ ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പറയുന്ന എല്ലാ ചാനലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാനലായിരിക്കും. കാരണം പല കുക്കറി ഷോ നടത്തുന്നവര്, ട്രാവൽ ലോഗ് നടത്തുന്നവര്, അതേപോലെ കമ്പ്യൂട്ടർ ടിപ്സ്, അതേപോലെ എനി റിലേറ്റഡ് ട്രാവൽ ലോഗ്, ജിമ്മ്, എക്സൽ, എഡ്യൂക്കേഷണൽ, ഏത് ചാനലോടും നമ്മൾ സബ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവർ ആ സബിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും, അവരും ചെയ്തിട്ട് അവർ പോകും. പക്ഷെ അതിന് ശേഷം നമ്മുടെ ചാനലിലേക്ക് അവർ തിരിഞ്ഞു നോക്കാറില്ല. ഇതിന്റെ പ്രത്യേകിച്ച് വെച്ചാൽ അവർ നമ്മളെ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടോ നമ്മളെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടോ ഒരു ഉപകാരപ്പെടുന്നില്ല. അതുകൊണ്ട് ആ സബിനെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരമില്ല. മറിച്ച് ഇങ്ങനെ സബ് വരുന്ന സമയത്ത് നമ്മുടെ സ്പാം ലിസ്റ്റിലേക്കും ബ്ലാക്ക് ലിസ്റ്റിലേക്കും പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
യൂട്യൂബ് ഈ പുതിയൊരു കൊല്ലം എക്സ്പ്ലോർ എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട്. അതായത് 10,000 സബ്സ്ക്രൈബറിന് താഴെ എല്ലാ ചാനൽസും മീൻസ് നല്ല വ്യൂസ് ഉള്ളതും നല്ല കണ്ടന്റ് ഉള്ളതും നല്ല ഒരു പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ വീഡിയോസും നല്ല ചാനലാണെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യും, എക്സ്പ്ലോർ ചെയ്യും. അതായത് പണ്ടെല്ലാം വ്യൂസ് ഉള്ള വീഡിയോസ് മാത്രമാണ് അവർ പ്രൊമോട്ട് ചെയ്യാറ്. ഇപ്പം 10,000 താഴെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നല്ല കണ്ടന്റ്, നല്ല വ്യൂസും നല്ല കമന്റ്സ് ഉള്ള ഏത് വീഡിയോസും ഏത് ചാനലും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പാം ലിസ്റ്റിലോ ബ്ലാക്ക് ലിസ്റ്റിലോ വന്നു കഴിഞ്ഞാൽ അത് ബാധകമല്ല. നമ്മളത് വീണ്ടും അവർ ബ്ലാക്ക് ലിസ്റ്റിലേക്കും നമ്മൾ ബാക്ക്വേർഡിലേക്കും പോകാൻ ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സബ്4സബിന്റെ വേറെ പ്രശ്നം, നമുക്ക് മാക്സിമം ഈ പുതിയ കൊല്ലത്തിൽ നിയമമാണ് 4,000 ഹവേഴ്സും അതേപോലെ 1,000 സബ്സ്ക്രൈബേഴ്സും. എല്ലാ സബ്4സബ് ചെയ്യുന്ന ആളുകൾക്കും 1,000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ ഒരു പണിയില്ല, പെട്ടെന്ന് എത്താം. പക്ഷെ ഇതിൽ പ്രശ്നം നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. എന്തെന്ന് വെച്ചാല് യൂട്യൂബേഴ്സ് ഞാൻ പറഞ്ഞല്ലോ വളരെ വെരിഫൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാല് 1,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും എന്തുകൊണ്ട് ഈ ചാനലിൽ വാച്ച് അവർ കിട്ടിയില്ല എന്നാണ് അവർ നോക്കുന്നത്. എല്ലാ ചാനലും പുതിയ ചാനൽ എടുത്ത് നോക്കും, 1,000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 900, 800 ഒക്കെ കടന്നുണ്ടാവും. പക്ഷേ 300, 400 വാച്ച് ടൈം ആയിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ചാനൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഒരിക്കലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന അവർ വരുന്നില്ല. കാരണം അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സ്ട്രൈക്കും കമന്റും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കും യൂട്യൂബിൽ കമന്റ് ഒഴുകി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ചാനൽ ത്രൂ എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്ന എല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഗൂഗിൾ പ്രൊഡക്ട്സ് ആയാലും യൂട്യൂബ് പ്രൊഡക്ട്സ് ആയാലും എല്ലാം ലിങ്കാണ്. ഗൂഗിളിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് യൂട്യൂബ്. അപ്പൊ ഇതിൽ കൂടെ നമ്മൾ കളിക്കുന്ന എല്ലാ കളികളും എല്ലാ IP വെരിഫിക്കേഷൻ അവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല യൂട്യൂബ് ചാനലിലെ ആളുകൾക്ക് പലർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, പല വെബ്സൈറ്റും പല ബ്ലോഗ് എല്ലാം ഉണ്ട് അവർക്ക്. അതിൽ കൂടെ വരെ ഇൻകം കിട്ടുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഒരു ആഡ്സെൻസ് വെച്ചിട്ടായിരിക്കും പലരും ചെയ്യുന്നുണ്ടാവുക എല്ലാ ലിങ്ക്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂട്യൂബ് മാത്രമല്ല പോകുന്നത്, ആഡ്സെൻസ് പോകാൻ ചാൻസും കൂടുതലാണ്. ഒരു ലിങ്ക് ഞാൻ വായിച്ചാണ്, ആഡ്സെൻസ് പോകാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക ഇതേപോലെ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത്. മൂന്നാമതായിട്ട് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത്. പല തേർഡ് പാർട്ടി വെബ്സൈറ്റ്സും ഒഫീഷ്യലായിട്ട് നമുക്കൊരു നമുക്കൊരു സമ്മതപ്രകാരം അല്ലാതെയാണ് നമ്മൾ ഒരുപാട് പ്രൊമോഷൻ നടത്താറുണ്ട്. അതേപോലെ അൺബോക്സിങ്, ഫോണിന്റെ അൺബോക്സിങ് ആയാലും ശരി, അതേപോലെ ഒരുപാട് ഗെയിം. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും കുട്ടികളായാലും ശരി ഒരുപാട് ഗെയിമിന്റെ ചാനൽ ഉണ്ട്. ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡർ ഓപ്പൺ ചെയ്യുക, ഗെയിം കളിക്കുക, അതുപോലെ ബാക്കിൽ പല മ്യൂസിക്കുകളും പല ഡയലോഗ്സും കൊടുത്തിട്ട്. എന്റെ അഭിപ്രായത്തിൽ മിനിമം ഈ 2 മാസം കൊണ്ട് ഒരുപാട് ഗെയിം ചാനൽ പൂട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്താൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എത്ര ആൾക്കാർ ഗെയിം ചാനൽ പൂട്ടിയിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഒഫീഷ്യലായിട്ട് ഒരു തരത്തിലില്ലാത്ത ഏത് പ്രൊമോഷനും അവർ എതിർക്കുന്നുണ്ട്. അവരെ ട്രാക്കിൽ പെടാണെങ്കിൽ സ്ട്രൈക്കും സസ്പെൻഡ് വരുന്നതാണ്, ശ്രദ്ധിക്കുക. മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാല്, 4ാമത്തെ പോയിന്റ് എന്ന് വെച്ചാല് മിസ്ലീഡിങ്. അതായത് നമ്മൾ എന്താണോ നമ്മുടെ കണ്ടന്റ്, ആ കണ്ടന്റ് ആയിട്ട് ബന്ധപ്പെടാത്ത ഒരു തമ്പനയിലും അവർ എന്റർടൈൻ ചെയ്യുന്നില്ല. അതും സ്ട്രൈക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രൈക്കും കിട്ടും, സസ്പെൻഷൻ അല്ലെങ്കിൽ ടെർമിനേഷൻ. ഉദാഹരണത്തിന് പറയാം, ഞാൻ ആരും ചെറുതാക്കാനോ എല്ലാവരും ആ തെറ്റെന്ന് പറയില്ല. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാണ്, നമ്മുടെ ലേറ്റസ്റ്റ് മലയാളം മൂവി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കളിക്കുന്ന എല്ലാ ഫിലിമിനും തമ്പനയിൽ വരും നമുക്ക്. പക്ഷെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായിട്ട് ബന്ധപ്പെടാത്ത ഫിലിമായിരിക്കും, പഴയ ഏതെങ്കിലും ഫിലിമായിരിക്കും. അതേപോലെ മിസ്ലീഡ് ചെയ്യുന്ന ഏത് വീഡിയോസും അവരെ ട്രാക്കിൽ പെടാണെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ചാൻസ് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. പലരും ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു തെറ്റാണത്, ശ്രദ്ധിക്കുക എല്ലാവരും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ സബ്4സബ് ആയാലും ശരി, തേർഡ് പാർട്ടി ലിങ്ക് ആയാലും ശരി, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ കമന്റ്സിൽ, അതേപോലെ ലൈവ് സ്ട്രീമിലായാലും ശരി, ഡിസ്ക്രിപ്ഷനിലായാലും ശരി, എനി അതർ യൂട്യൂബ് പ്രൊഡക്ട്സിലായാലും ശരി, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റി കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെക്കാട്ടും ഭയങ്കര ശക്തിയിലാണ് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരുന്നത്. അതുപോലെ ഫേക്ക് ന്യൂസ് കൊടുക്കുക, ഡേഞ്ചറസ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം അവർ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പണി കിട്ടുന്നുണ്ട്. ഇതിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഒരുപാട് നിയമങ്ങൾ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, സ്ട്രൈക്കിന്റെയും പണിഷ്മെന്റിന്റെയും ടെർമിനേഷന്റെയും എല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിന്റെ 48 അവേഴ്സിന്റെ ഡിഫറൻറ്റും അതും ആ ലിങ്കിൽ പറയുന്നുണ്ട്. എല്ലാം ആ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ ടെക്സ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വൺസ് അഗൈൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലത്തെ യൂട്യൂബ് ടിപ്സ്
ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ